ആനുവൽ എക്സാമൊക്കെ എവിടം വരെയായി? എക്സാമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടാവില്ലേ? അല്ല, പഠിപ്പ് എവിടം വരെയായി? ഈ എക്സാമിൻ്റെ ഇടയിൽ കുറേ ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോഴൊരു പ്രശ്നമാണ് ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി പഠിക്കാനായിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. പക്ഷെ പഠിക്കാനായിട്ട് കറക്റ്റ് മൂഡ് കിട്ടാത്തതുകൊണ്ട് ഹൗ ടു സ്റ്റേ പ്രൊഡക്റ്റീവ്, ഹൗ ടു സ്റ്റേ ഡിസിപ്ലിൻഡ് ഇതുപോലത്തെ വീഡിയോസ് കണ്ട് ടൈം കളയുന്നവരാണോ നിങ്ങൾ? ഇനി നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി പഠിപ്പ് എന്നുള്ളൊരു ട്രാക്കിലേക്ക് കയറാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ദ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ജസ്റ്റ് സ്റ്റാർട്ട്. അതായത് ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് തുടങ്ങിയാലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ 2 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ തുടങ്ങണം. ആ ഒരു തുടക്കം ഇപ്പോഴേ തുടങ്ങിയാൽ നമുക്കൊരു നഷ്ടം സംഭവിക്കും. നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് അത്രയ്ക്കും മടിയാണെങ്കിൽ ഇനി വരുന്ന ഒരു 5 മിനിറ്റ് ഞാൻ നല്ലോണം ഇരുന്ന് പഠിക്കും എന്ന് പറഞ്ഞ് സെറ്റാക്കുക. ആ ഒരു 5 മിനിറ്റിൽ ബുക്ക് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇത്ര ചാപ്റ്റർ കവർ ചെയ്യാനുണ്ട്, എനിക്ക് ഇത്ര പഠിക്കാനുണ്ട് എന്നൊരു അവയർനെസ് നമുക്ക് തന്നെ. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു വാച്ചോ ടൈം പീസോ അങ്ങനെ എന്തെങ്കിലും. അതാവുമ്പോൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്ര ചാപ്റ്റർ കവർ ചെയ്തു അങ്ങനെയുള്ള ഒരു ബോധം കൂടി നമുക്ക്. ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും പറഞ്ഞു തന്നത് കേട്ടോ.